ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ സ്കൂൾ ലേണിംഗ്. എടാ, നമ്മളിന്ന് വന്നിട്ടുള്ളത് മാറ്റ് 5 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. 50 ചോദ്യങ്ങൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം മുതൽ 7ാമത്തെ ചോദ്യം വരെ നമുക്ക് നമ്പർ സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തന്നിരിക്കുന്ന ശ്രേണികളിൽ അടുത്ത പദം കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. ശരി, 1, 8, 9, 64, 25. എന്താണ് മക്കളെ ഇവിടെ സംഭവിക്കുന്നത്? എടാ, 1 എന്ന് പറയുന്നത് 1ന്റെ ക്യൂബ് ആവാം, സ്ക്വയർ ആവാം. പക്ഷെ 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബ് തന്നെയാണ്. 3 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ ആണ് ഇത് 9. 64 എന്താണ്? 4ന്റെ ക്യൂബാണ്. ഇനി വന്നിട്ട് 25 എന്താ? 5ന്റെ സ്ക്വയറുമാണ്. അപ്പോൾ അതേ നിങ്ങൾ നോക്കിയേ, 1 സ്ക്വയർ 2 ക്യൂബ്, 3 സ്ക്വയർ 5 ക്യൂബ്, 4 ക്യൂബ്, 5 സ്ക്വയർ 6 ക്യൂബ്. ആൻസർ എന്തായിരിക്കൂടാ? 216, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 600, 150, 50, 25 അല്ലെ? സംഖ്യകൾ കുറയാണ്. 600 150ലേക്ക് വളരെ പെട്ടെന്ന് താഴ്ന്നു. ഓക്കെ, എന്ത് പറ്റി? ഇവിടെ 4 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. 150 50 എന്ന് പറയുമ്പോൾ വീണ്ടും 1/3 ആയി. എന്ന് വെച്ചാൽ 3 കൊണ്ട് ഹരിച്ചു. 50 25 ആവുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, എടാ, 4 കൊണ്ട് ഹരിച്ചു, 3 കൊണ്ട് ഹരിച്ചു, 2 കൊണ്ട് ഹരിച്ചു. അടുത്തത് എത്ര കൊണ്ട് ഹരിക്കണം? 1 കൊണ്ട് ഹരിക്കണം. ഞാൻ ചോദിക്കട്ടെ, 25നെ 1 കൊണ്ട് ഹരിച്ചാൽ 25 ഹരിക്കണം 1. ഉത്തരം എന്തായിരിക്കും മക്കളെ? 25 ആയിരിക്കും. ഓപ്ഷൻ ബി തന്നെയായിരിക്കും നിങ്ങളുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 2, 9, 28, 65 ഡാഷ്. എൻ്റെ കുഞ്ഞുമക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. 1 1 1 ക്യൂബ് പ്ലസ് 1. 2 ക്യൂബ് 8 ആണ്. 2 ക്യൂബ് 8 ആണ്. 8 പ്ലസ് 1, 8നോട് 1 കൂട്ടിയാൽ 9 കിട്ടുന്നു. 3ന്റെ ക്യൂബ് 27 ആണ്. 1 കൂട്ടിയാൽ 28 കിട്ടുന്നു. 4ന്റെ ക്യൂബ് എത്രയാടാ? 64 ആണ്. 1 കൂട്ടിയാൽ 65 കിട്ടുന്നു. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും തരത്തിൽ സ്ക്വയറുമായിട്ടോ ക്യൂബുമായിട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യ 2 സാധ്യതകൾ, പിന്നീട് പ്രൈം നമ്പർ ഉണ്ടോ നോക്കുക, പിന്നെയോ പവേഴ്സ് ഓഫ് 2, പവേഴ്സ് ഓഫ് 3, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെയാണ് സംഖ്യകൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, പയ്യെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷൻ. സംഖ്യകൾ കുറയുന്നോ, പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ ഡിവിഷൻ ആയിരിക്കും. പെട്ടെന്ന് കുറഞ്ഞു, ഡിവിഷനാണ്. ഇല്ലെങ്കിലോ പയ്യെ കുറയുന്നുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ, കുറയ്ക്കുന്നതായിരിക്കും, മൈനസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ മിക്സഡ് സീരീസ്, ഓൾട്ടർനേറ്റ് സീരീസ്, ഇങ്ങനെയൊക്കെ നമുക്ക് പോസിബിലിറ്റീസ് തിങ്ക് ചെയ്യാം. അപ്പം ഇവിടെ ക്യൂബുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കുഞ്ഞുമക്കൾ പറയൂ, ആൻസർ എന്ത് വരും? 4 ക്യൂബിന് ശേഷം വരുന്നത് 5 ക്യൂബാണ്. 5 ക്യൂബ് പ്ലസ് 1, 125 1, 126. ഓപ്ഷൻ ഡി ആയിരിക്കും നിങ്ങളുടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 53 53, 40 40, 27 27. 53, മറ്റൊരു 53, പിന്നെയോ 40, വീണ്ടും ഒരു 40, പിന്നെയോ 27, പിന്നെയോ മറ്റൊരു 27. എടാ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 53ന്ന് 13 കുറച്ചപ്പോൾ 40 കിട്ടി. 40ന്ന് വീണ്ടും 13 കുറച്ചപ്പോൾ എത്ര കിട്ടിയടാ? 27 കിട്ടി. അപ്പം ഇനി അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 27ന്ന് വീണ്ടും 13 കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ? 14 കിട്ടും. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി വരും. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 14 28, 20 40, 32 64. പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ. യെസ്,
14, 28, 20, 40, ഓക്കെ, 32, 64 ഡാഷ്. ഓക്കെ, 14 ഇൻറ്റു 2, 14 ഇൻറ്റു 2, 28. 28 മൈനസ് 8, 20. 20 ഇൻറ്റു 2, 40. 40 മൈനസ് 8, 32. 32 ഇൻറ്റു 2, 64. 64 8 കുറച്ചാൽ 56. 56 ഓപ്ഷനിലുണ്ടോ? യെസ്, 56 ഓപ്ഷൻ ബി എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അഗെയിൻ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ്. എന്താണ് ഇവിടെ വരുന്നത്? ഞാനിത് ഇവരെ ഒന്ന് റൗണ്ട് ചെയ്യുന്നുണ്ടേ. ഓക്കെ, എ ബി സി ഡി ഇ എഫ്. ഓക്കെ, ഇത് മാത്രം നോക്കുന്നു ഞാൻ. എ ബി സി ഡി ഇ എഫ് ഓൾട്ടർനേറ്റ് സീരീസ്. ആൻസർ കിട്ടിയല്ലോ ഓപ്ഷൻ എ എന്ന്. ഇനി അതുപോലെ നോക്കിക്കേ, ബി ഡി എഫ് എച്ച് ഒന്നിടവിട്ട നമ്പേഴ്സ് മീൻസ് അക്ഷരങ്ങളാണ്, ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ഏത് വരും? ജെ വരും. ആൻസർ ഓപ്ഷൻ എ. അടുത്ത നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ഡയഗ്രത്തെ റൊട്ടേറ്റ് ചെയ്ത് പോവാണ് ക്ലോക്ക് വൈസ്. ദേ ഈ ഒരു ഡയറക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, പക്ക നോർത്തിലേക്കാണ് ഇത് നിൽക്കുന്നത്. വടക്കിനും കിഴക്കിനും ഇടയിൽ, നോർത്ത് ഈസ്റ്റ്. ഓക്കെ, വടക്ക് കിഴക്ക്. പിന്നെ ഇത് കിഴക്കോട്ട് പോകുന്നു, പിന്നെ ഇത് തെക്ക് കിഴക്കാവുന്നു. അടുത്തതിൽ എന്ത് വരണം? പക്കാ തെക്ക് വരണം അല്ലേ, സൗത്ത് വരണം. ആൻസർ ഓപ്ഷൻ 3 എന്നുള്ളതിലേക്ക്, ഓപ്ഷൻ സി എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെടാ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യം, ദേ കണ്ടിന്യൂസ് പാറ്റേൺ ലെറ്റർ സീരീസ്. ഓക്കെ, കണ്ടിന്യൂസ് ലെറ്റർ പാറ്റേൺ സീരീസ്. എ ഡാഷ് ബി ബി സി ഡാഷ് എ എ ബി ഡാഷ് സി സി എ ഡാഷ് ബി ബി സി സി. എത്ര ലെറ്റേഴ്സ് വരുന്നുണ്ട്? ഇവിടെ 18 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? 6 ലെറ്റേഴ്സിൻ്റെ 3 ഗ്രൂപ്പുകളാക്കുന്നു. ഇവിടെ ഞാൻ നോക്കിയ സമയത്തും ഇവിടെ ഞാൻ നോക്കിയ സമയത്തും ബി 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 സി സി സി. ഓക്കെ, ബി ബി സി സി വന്നു. അപ്പം ഞാൻ ഇവിടെയും ബി കൊടുത്തു. അപ്പം എ എ ബി ബി സി സി എന്നെനിക്ക് മനസ്സിലാവുന്നു. ഇവിടെ ഞാൻ എ കൊടുക്കുന്നു, ഇവിടെ ഞാൻ എ കൊടുക്കുന്നു, ഇവിടെ സി കൊടുക്കുന്നു. എ എ ബി ബി സി സി, എ എ ബി ബി സി സി. എനിക്ക് തോന്നുന്നു തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. യെസ്, ആൻസർ എ സി ബി എ എന്ന് വരും. എ സി ബി എ, ഓപ്ഷൻ ബി. സെറ്റ് അല്ലേ? ഓക്കെടാ, 9ാമത്തെ ചോദ്യം. വിച്ച് ഡിജിറ്റ് വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് വിത്ത് നമ്പർ 4? 4ന് എതിർവശത്ത് വരുന്ന നമ്പർ ഏതായിരിക്കും? എടാ, നമുക്കറിയാം ഒരു കോമൺ ഫേസേ ഉള്ളൂ. ഓക്കെ, അത് 3 നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഹിന്റ് എന്താ? കോമൺ ഫേസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലില്ലാത്ത നമ്പർ ആയിരിക്കും വരിക. കാര്യം 312 എന്ന് കിട്ടും ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെയും കോമൺ ഫേസിൽ നിന്ന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 356 എന്ന് കിട്ടും. 2ന് ഓപ്പോസിറ്റ് 6, 1ന് ഓപ്പോസിറ്റ് 5. സോ ഇതിലില്ലാത്ത നമ്പർ ആയിട്ടുള്ള 4 ആയിരിക്കും ആർക്ക് ഓപ്പോസിറ്റ് വരുന്നത്? കോമൺ ഫേസിന് ഓപ്പോസിറ്റ് വരുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചത് 4ന് എതിർവശത്ത്. 4 ഇതിലില്ലാത്ത നമ്പറാണ്, അതിന് ഓപ്പോസിറ്റ് കോമൺ ഫേസ് വരും. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഡിജിറ്റ് വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് വിത്ത് നമ്പർ 2? 2ന് ഓപ്പോസിറ്റ് വരുന്ന നമ്പർ ഏതായിരിക്കും? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ദേ 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 ഈ 2 എടുത്തിട്ട് ഒരു കോമൺ ഫേസ് മാത്രമേ ഉള്ളൂ അല്ലേ?
ഈ ഒരു സംഭവം എടുത്തിട്ട്, അല്ല 2 കോമൺ ഫേസ് വരുന്നുണ്ട്. ഓക്കെ, 2 കോമൺ ഫേസ് വന്നാൽ കാര്യങ്ങൾ എളുപ്പമായി. ഇത് 1 ആണ്. നിങ്ങൾക്ക് നമ്പേഴ്സ് വിസിബിൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് 1 ആണ്, ഇത് 4 ആണ്, ഇത് 6 ആണ്. 5 6 3 4 1 2. എടാ, ഞാൻ 1ാമത്തെയും 3ാമത്തെയും ഡയഗ്രാംസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1ഉം 4ഉം കോമൺ ഫേസാണ്. ബാക്കി വരുന്ന കോമൺ അല്ലാത്ത 2 ഫേസുകൾ ഓപ്പോസിറ്റ് ആവുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ 6 ഉണ്ട്, അപ്പുറത്ത് 2 ഉണ്ട്. ഇത് രണ്ടും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2ന് ഓപ്പോസിറ്റ് ആരെന്നാണ്. ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഓപ്ഷൻ എ 6 എന്ന്. ഇനി അതല്ലെങ്കിലോ, നിങ്ങൾ ആദ്യത്തെ 2 ഫിഗേഴ്സ് മാത്രമാണ് എടുക്കുന്നതെന്ന് വെക്കി. ഓക്കെ, ഇതിലില്ലാത്ത നമ്പറാണ് കണ്ടുപിടിക്കേണ്ട 2. ഇതിലില്ലാത്ത നമ്പറിന് ഓപ്പോസിറ്റ് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? കോമൺ ഫേസ് ആയിട്ടുള്ള 6 ആയിരിക്കും. സെയിം ആൻസർ തന്നെ കിട്ടും. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം. എടാ, 11ാമത്തെ ചോദ്യം, അറേഞ്ച് ദ വേർഡ്സ് ഇൻ ലോജിക്കൽ മാനർ. വാക്കുകളുടെ ലോജിക്കൽ അറേഞ്ച്മെന്റ് യുക്തിസഹമായിട്ട് ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഹൗസ്, സ്ട്രീറ്റ്, റൂം, ടൗൺ, ഡിസ്ട്രിക്റ്റ്. നമുക്കറിയാം ഇതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് റൂമാണ്. 3. എല്ലാ ഓപ്ഷനും 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ശരി, രണ്ടാമതായിട്ട് വരെ ഏതാണ്? ഹൗസ് ആണ്. 3 1ൽ സ്റ്റാർട്ട് ചെയ്യണം. ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതിനേക്കാളും വലിയ യൂണിറ്റ് ആണ് ഏത്? സ്ട്രീറ്റ്, തെരുവ്. 3 1 2. ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതിനേക്കാളും വലിയ യൂണിറ്റ് ആണ് ഏത്? ടൗൺ, 4. ഏറ്റവും അവസാനം 5. ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യുന്ന. ഓപ്ഷൻ സി 3 1 2 4 5 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത ചോദ്യം ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിസിഡൻറ്റ്, ഡിസോൾവ്, ഡിസെൻറ്റ്, ഡിസൊല്യൂഷൻ, ഡിസൊല്യൂട്ട്. എല്ലായിടത്തും ഡിസ് കോമണാ. ഡിസ് 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 അതങ്ങോട്ട് പോട്ടെ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഡി ഒ ഒ ഒ ഇ. ഇതിൽ ആദ്യം ഉറപ്പായിട്ടും എ ബി സി ഡി ഡി ആയിരിക്കും അല്ലേ? സോറി ഡി അല്ല, ഇവിടെ ഐ ആണ് വരുന്നത് കേട്ടോ. പറഞ്ഞ് ചെറുതായിട്ട് മാറിപ്പോയി, ഒന്ന് ക്ഷമിക്കാം. ഞാൻ വെട്ടിക്കളഞ്ഞപ്പോൾ ആവേശത്തിൽ ഒരു ലെറ്റർ ഒന്ന് കയറ്റി വെട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഡിസെൻറ്റ്, ഡിസിഡൻറ്റ്, ഡിസോൾവ്, ഡിസൊല്യൂട്ട്, ഡിസൊല്യൂഷൻ. എന്തായാലും 3ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് ആര് വരും? 1 വരും. അപ്പോൾ ആ പ്രശ്നങ്ങൾ തീർന്നു. ഇനി ബാക്കി 3 പേര് നോക്ക്, എല്ലാം ഓയിലാണ് കിടക്കുന്നത്. ദേ ഓ ഓ ഓ. അപ്പം അത് പറ്റിയല്ല. ഇനി നിങ്ങൾ നോക്ക്, അടുത്ത ലെറ്ററും എല്ലാം എല്ലിലാണ് കിടക്കുന്നത്. അതും പറ്റിയല്ല. പിന്നെ യു വി യു വി യു വി. ഏറ്റവും അവസാനം ആര് വരും? 2 വരും. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഓപ്ഷൻ എയിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇവിടെ വരുന്ന നോക്കിയ യു ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് പറ്റിയല്ല. ടി ഉണ്ട് പറ്റിയല്ല. പിന്നെ ഇ ഉണ്ട്, ഐ ഉണ്ട്. ആദ്യം ആര് വരും? ഏതായിരുന്നു വേർഡ്? ഓക്കെ, എന്തായാലും 4th സംഭവം വരും. അതിനുശേഷം 5 വരും. ഏറ്റവും അവസാനം 2ഉം വരും. സോ 3 1 4 5 2 ഓപ്ഷൻ എ അല്ലേ? 3 1 4 5 2 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ശരി, സെല്ല്, ടിഷ്യൂസ്. സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂസ്, കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു. ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ ഉണ്ടാകുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓഡ് 1 കണ്ടുപിടിക്കണം മക്കളെ. 3 5 9 13. 3 അഭാജ്യസംഖ്യ, 5 അഭാജ്യസംഖ്യ, 13 അഭാജ്യസംഖ്യ. ഇത് അഭാജ്യസംഖ്യ അല്ല. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി. യുവരാജ് സിംഗ്, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ 3 പേരും ക്രിക്കറ്റ് താരങ്ങളാണ്. എന്നാൽ സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. ISL ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ശരി, കെമിസ്ട്രി, ജോഗ്രഫി, ഫിസിക്സ്, സുവോളജി. ജിയോഗ്രഫി ഇതെല്ലാം ബേസിക് സയൻസിന്റെ ഭാഗമാണ്. സയൻസിന്റെ ഭാഗമാണ് ഇത്. സോഷ്യൽ സയൻസിന്റെ ഭാഗമാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. AEIOU. ആൻസർ ഓപ്ഷൻ ബി. വവൽസും കോൺസണൻസും ആണ്. സ്വരാക്ഷരങ്ങളാണ് AEIOU, വ്യഞ്ജനാക്ഷരമാണ് P. ഓക്കെ,
18ാമത്തെ ചോദ്യം, കോടതിയിൽ നമ്മൾ നീതി തേടി പോകുന്നു, സ്കൂളിൽ നമ്മൾ പോകുന്നത് എന്തിനാണ്? വിദ്യാഭ്യാസം ലഭിക്കാനാണ്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ 19th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 7 × 8 56 മൾട്ടിപ്ലൈ ചെയ്തേക്കുക. 12 × 2 19 90, 2 9 18, 90ഉം 18ഉം ആഡ് ചെയ്താൽ 108 കിട്ടും. 4 × 13, 4 10 40, 3 4 12, 40ഉം 12ഉം 52 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമ്പേഴ്സ് വിസിബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ആദ്യത്തെ 2 നമ്പേഴ്സ് ഗുണിക്കുക, അതാണ് താഴെ കിടക്കുന്ന ഉത്തരവായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ് താഴെയുള്ളത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 4 9 20 43 90. ഓക്കെ, 4 × 2 8 + 1 9. 9 × 2 9 2 18, 18ഉം 2ഉം 20. 20 × 2 40 + 3 43. ഇനി 43ന്റെ ഡബിൾ ചെയ്യുന്നു. 43 × 2 + 4 86ഉം 4ഉം 90. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം മല്ലയ്യ? നമ്മളിനി എന്ത് ചെയ്യണം മല്ലയ്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 90നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് എത്ര ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്യണം. 9 2 18 + 5 185 എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, 21ാമത്തെ ചോദ്യം, 8 ഉണ്ട്, 4 ഉണ്ട്, 11, 5 2, 8 16 10 20 6. ഓക്കെ, 15 3 6 8 ക്വസ്റ്റ്യൻ മാർക്ക്. ഫൈൻ. എടാ 5ഉം 2ഉം 7. ഓക്കെ, 5 + 2 7. 11ഉം 4ഉം കൂട്ടിയാൽ 15. 15 ന്ന് 7 കുറച്ചാൽ 8. 5ഉം 2ഉം 7, 11ഉം 4ഉം 15. 15 ന്ന് 7 കുറക്കുന്നു 8. 10 20ഉം 30. ഓക്കെ, 8 6ഉം 14. 30 ന്ന് 14 കുറച്ചാൽ 16. അതേപോലെ തന്നെ 15ഉം 8ഉം 23. 6 3 9. 23 ന്ന് 9 കുറച്ചാൽ 14. ഓപ്ഷൻ സി എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ശരി, 22ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ വിസിബിൾ ആണെന്ന് കരുതുന്നു. ഇവിടെ ഒരു 4 ഉണ്ട് കേട്ടോ. 4 ഉണ്ട്, 10 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്. ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യ 14 ആണ്. ഇവിടെ 22 ആണ്, ഇവിടെ 11 ആണ്. ഓക്കെ, ഇനി അകത്താണേലോ 6 14 8. ഇവിടെ ശ്രദ്ധിക്കുക, 10ന്റെയും 4ന്റെയും വ്യത്യാസം. 10ന്റെയും 4ന്റെയും വ്യത്യാസമാണ് അകത്ത് കിടക്കുന്ന 6. അതേപോലെ 18ന്റെയും ഈ കാണുന്ന 4ന്റെയും ഡിഫറൻസ് കുറച്ച സംഖ്യയാണ് 14. 18ന്റെയും 10ന്റെയും വ്യത്യാസമാണ് 8. ഇങ്ങനെ തന്നെയാണ് ഇവിടെ വരുന്നത്. 22ന്റെയും 14ന്റെയും വ്യത്യാസമാണ് 8 ഉള്ളിൽ കിടക്കുന്നത്. ഇവിടെ ഒരു 8 കിടപ്പുണ്ട്. ഈ 22 8 കുറച്ചാൽ 14 കിട്ടും. ഇനി ഇവിടുന്ന് 14 8 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 6 കിട്ടും. അപ്പോൾ ഇവിടെ 11 ഉണ്ട്, 5 ഉണ്ട്, 6 10 4. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിന്ന് 11 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 4 കിട്ടുക. ആ നമ്പറിൽ നിന്ന് 5 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക. നമ്മുടെ ഉത്തരം 15 ആയിരിക്കും അല്ലേ? 15 - 5 10, 15 - 11 4. 23ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇവിടെ ദാ ഒരു 8 ഉണ്ട്, 9 ഉണ്ട്, 3 ഉണ്ട്, 69 ഉണ്ട്. ഇവിടെ 8 × 9 72 ആണ്. ആ 72 നീ 3 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 69 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. 7 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്.
7 × 5 35 ആണ്. 6 കുറച്ച് കഴിയുമ്പോൾ 29 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 4 × 7 28, 28 ൽ 9 കുറച്ച് കഴിയുമ്പോൾ 19 കിട്ടുന്നുണ്ട്. 9 × 8 72, 72 ൽ 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? 68 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ശരി, അടുത്ത ചോദ്യം ഡിക്ഷണറി. ഡിക്ഷണറീനെ 1 2 3 4 5 6 7 8 9 7 2 തവണ വന്നിട്ടുണ്ട്. 7 8 9 ഇങ്ങനെ കോഡ് ചെയ്തിട്ടുണ്ട്. ഓർഡിനറീനെ എങ്ങനെ കോഡ് ചെയ്യും? ഓർഡിനറി ഓക്കെ. എടാ നമുക്കറിയാം സെയിം ലെറ്റേഴ്സ് ആണ് ഇപ്പുറത്തുള്ളത്. നിങ്ങൾ ഡയറക്റ്റ് കോഡിങ് ഓർക്കുക. ഓടെ കോഡ് ഞാൻ ഇത് വെച്ചെടുത്ത ചിലപ്പോൾ തെറ്റും. നമുക്ക് ഇവിടെ വെച്ച് നോക്കിയെടുക്കാം. 1 2 3 4 5 6 ആറാമത്തെ അക്ഷരം 5 അല്ലേ? യെസ്, 5 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാ ഓപ്ഷൻസും. ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. രണ്ടാമത്തെ അക്ഷരം 6 ആണ്. 5 സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തെ അക്ഷരം 6 ആണ്. 6 എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാം 8 ആണ്. 5 8 സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻ? ഒരു ഓപ്ഷൻ. ആൻസർ വിൽ ബി ബി. ജസ്റ്റ് ഫോർ ഒരു രസം നമ്മൾക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ലെറ്റർ നോക്കാം. ഡി ആണ്. ഡി ഫസ്റ്റ് ലെറ്റർ ആണ്. അതിൻ്റെ കോഡ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. 5 8 1. ഐ രണ്ടാമത്തെ അക്ഷരം നമ്പർ 2. 5 8 1 2 ശരിയാണ്. 3 4 അഞ്ചാമത്തെ അക്ഷരം എൻ ആണ്. എൻ ഇവിടെ എവിടെയാ? ഇവിടെ നിന്ന് ലാസ്റ്റ് നിന്ന് നാലാമത്തത്. 1 2 3 4 6 സെറ്റ്. എ ഇവിടുന്ന് മൂന്നാമത്തെ അക്ഷരം 7. 6 ഏത് വരും? 8 തന്നെ വരും. വൈ എന്ന് പറയുന്നത് 9 ആണ്. സോ 6 7 8 9 ഓപ്ഷൻ ബി എന്നുള്ള ആൻസറിലോട്ട് തന്നെ നമ്മൾ എത്തും. ശരി, 25ാമത്തെ ചോദ്യം. ല്യൂട്ട് എന്ന വാക്കിനെ മ്യൂട്ട് എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ ഫേറ്റ് എന്ന വാക്കിനെ ഗേറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. കുട്ടികളെ ശ്രദ്ധിക്കൂ. ബ്ലൂ എന്ന വാക്കിനെ നമ്മൾ എന്തെഴുതും? മല്ലയ്യ? യെസ്, എൽ എം ആയി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലൊന്നും മാറ്റമില്ല. എഫ് ജി ആയിട്ട് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലൊന്നും മാറ്റമില്ല. അപ്പോൾ ബിക്ക് മാത്രമേ ഇവിടെ മാറ്റം വരുള്ളൂ. എൽ എം ആയി, എഫ് ജി ആയി. ബി എന്തായിട്ട് മാറും? സി ആയിട്ട് മാറും. തൊട്ടടുത്ത ലെറ്റർ ആയിട്ട് മാറുകയല്ലേ ചെയ്തേക്കുന്നത്. സോ ബ്ലൂ വിൽ ബി റിട്ടൺ ആസ് ക്ലൂ. ബ്ലൂവിനെ നമ്മൾ ക്ലൂ എന്ന് എഴുതും. ആൻസർ ഓപ്ഷൻ എ. 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇൻ എ ക്ലാസ് ഷംന റാങ്ക്ഡ് 9th ഫ്രം ദി ടോപ്പ് ആൻഡ് 38 ഫ്രം ദി ബോട്ടം. മുകളിൽ നിന്ന് 9ാമത്തെ റാങ്കും താഴെ നിന്ന് 38ാമത്തെ റാങ്കുമാണ് ഷംന നേടിയത്. ഇത് നമ്മുടെ ക്ലാസ് റൂമാണ്, റാങ്ക് ലിസ്റ്റ് ആണ്. ഇത് ഷംനയുടെ പൊസിഷനാണ്. മുകളിൽ നിന്ന് 8ാമത്തെ റാങ്ക് പഠിക്കുന്ന കുട്ടിയാണ് ഷംന. താഴെ നിന്ന് 38ാമത്തെ റാങ്കുമാണ്. ചോദ്യം എന്താണ് മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്? നമ്മൾ മുകളിൽ നിന്ന് കൂട്ടുമ്പോൾ 8 ഷംനയുണ്ട്, താഴെ നിന്ന് കൂട്ടുമ്പോൾ 38 ഷംനയുണ്ട്. മൊത്തത്തിൽ കൂട്ടിയിട്ട് ഒരു ഷംനനെ നമ്മൾ കുറയ്ക്കും. 38 8 46 നിന്ന് 1 കുറച്ചാൽ ഉത്തരം 45. സോറി 9ാം റാങ്കാണ് അല്ലേ? 9ാം റാങ്കാണ്. അപ്പോൾ 47 നിന്ന് 1 കുറച്ചാൽ 46 എന്ന് വരും അല്ലേ? 47 ഉണ്ടായിരിക്കും. 1 കുറച്ചാൽ 46 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തും. 38 9 ആണ്. 38 9 കൂടെ കൂട്ടി കഴിയുമ്പോൾ 47. 1 കുറച്ചാൽ 46 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ എ. ഓക്കെ, 9 38. ശരി, 27ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡയഗ്രാംസ് ഇൻഡിക്കേറ്റ്സ് ദ ബെസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഓതർ ലോയർ സിംഗർ? നമുക്കറിയാം, പാട്ടുകാരൻ പാട്ട് പാടും, വക്കീൽ കോർട്ടിൽ വാദിക്കും, പിന്നെയോ എഴുത്തുകാരൻ എഴുതും, നോവൽ എഴുതും, കവിത എഴുതും, പുസ്തകം എഴുതും.
ആയിക്കോട്ടെ, അവർ 3 പേരും 3 പണികൾ എടുക്കുന്നു, വേറെ ഒന്നുമില്ല. 28ാമത്തെ ചോദ്യം, രഹനയുടെ റാങ്ക് 7th ഫ്രം ടോപ്പ് ആണ്, 28 ഫ്രം ബോട്ടം. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്? സെയിം ക്വസ്റ്റ്യൻ. 7 28, മുകളിൽ നിന്ന് 7, താഴെ നിന്ന് 28. രണ്ടും ആരാ? രഹനയാണ്. 2 രഹന ഉണ്ടോ? ഇല്ല, ഒരു രഹനയേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു രഹനെ കുറയ്ക്കണം. 28 പ്ലസ് 7 മൈനസ് 1 എത്ര വരും ഇവിടെ? 34 എന്ന് വരും അല്ലേ? 34. ആൻസർ ഓപ്ഷൻ ബി. ശരി. 29ാമത്തെ ചോദ്യം, ഹീര ഈ 7th റാങ്ക്സ് ആയിരിക്കില്ല, 7 റാങ്ക്സ് അഹെഡ് ഓഫ് ആമിർ. 39 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ ആമിറിനേക്കാൾ 7 റാങ്ക് മുന്നിലാണ് ഹീരയുടെ സ്ഥാനം. ആമിറിന്റെ റാങ്ക് അവസാനത്തിൽ നിന്ന് 17ാമതാണ്. ഇഫ് ആമിർസ് റാങ്ക് ഈസ് 17th ഫ്രം ദി ലാസ്റ്റ്, ഇത് ആരാ മക്കളെ? ആമിറാണ്. ഓക്കെ, വാട്ട് ഈസ് ഹീരാസ് റാങ്ക് ഫ്രം ദി സ്റ്റാർട്ട്? ആകെ എത്ര കുട്ടികളുണ്ട്? 39 കുട്ടികളുണ്ട്. ആമിറിനേക്കാളും 7 റാങ്ക് മുന്നിലാണ് ആരുള്ളത്? ഹീര ഉള്ളത്. മുകളിൽ നിന്ന് ഹീരയുടെ റാങ്ക് എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എടാ, ആമിറിനേക്കാളും 7 റാങ്ക് കുറവാണെന്ന് പറയുമ്പോ മുകളിൽ നിന്ന് എത്രാമത്തെ റാങ്കാന്ന് കിട്ടണ്ടേ നമുക്ക്? ആമിർ മുകളിൽ നിന്ന് എത്രാമത്തെ റാങ്ക് ആയിരിക്കും? 39 കുട്ടികളാണ് ക്ലാസ്സിലുള്ളത്, ആമിർ 17ാമതാണ്. അപ്പം ആമിറിന് മുമ്പ് അവിടെ എത്ര കുട്ടികൾ ഉണ്ടാവും? ടോട്ടൽ 39 സ്റ്റുഡൻസ് ആണ്. ആമിർ താഴെ നിന്ന് 17ാമതാണ്. അപ്പൊ 17 കഴിഞ്ഞ് ബാക്കി 22 പിള്ളേർ മുകളിൽ ഉണ്ടാവും. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് എണ്ണുന്ന സമയത്ത് 22 കഴിഞ്ഞ് ആമിറിന്റെ റാങ്ക് എത്രയായിരിക്കും മക്കളെ? 23ാമത്തെ റാങ്ക് ആയിരിക്കും. ഓക്കെ, ഇനി ആമിർ 23ാമത്തെ റാങ്ക് കിടക്കണം. അതിനേക്കാളും 7 റാങ്ക് മുന്നിലാണ് ആര് കിടക്കുന്നത്? ഹീര കിടക്കുന്നത്. 23ന്ന് 7 അങ്ങ് കുറച്ചാൽ മതി. എത്രാമത് വരും? 16ാമത്തെ റാങ്കിൽ വരും. ഓക്കെ, 16ഉം 7ഉം 23 അല്ലേ? ശരി. ഇനി അതല്ലെങ്കിൽ ആമിറിനേക്കാളും 7 റാങ്ക് മുകളിലാണ് ഹീര കിടക്കുന്നത്. അപ്പൊ 17 താഴെ നിന്ന് എണ്ണുന്ന സമയത്ത് 17ഉം 7ഉം 24ാമത്തെ റാങ്കിൽ ഹീര വരും. അപ്പൊ ഹീരയ്ക്ക് മുമ്പ് എത്ര പേരുണ്ടാവും? 24ാമത്തെ. താഴേന്ന് മുകളിലേക്ക് എണ്ണുന്ന സമയത്ത് 24ാമത്തെ റാങ്കിൽ ഹീര വരും. ഹീരയ്ക്ക് മുമ്പ് 14 പേരുണ്ടാവും. ഇപ്പൊ 14 പേരെ കഴിഞ്ഞ് 15 പേരുണ്ടാവും. ആ 15 പേരെ കഴിഞ്ഞ് 16ാമതായിട്ടായിരിക്കും ആര് വരുന്നുണ്ടാവുക? ഹീര വരുന്നുണ്ടാവുക. ശരി. 2 രീതിയിൽ ചിന്തിച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്താനും പ്രയാസമൊന്നുമില്ല. ആൻസർ ഓപ്ഷൻ ഡി എന്ന് വരും. ഓക്കെ, വീണ്ടും ആർട്ടിസ്റ്റ്, പ്ലെയേഴ്സ്, ഡോക്ടേഴ്സ്. ഹൗ മെനി ഡോക്ടേഴ്സ് ആർ നെയ്തർ ആർട്ടിസ്റ്റ് നോർ പ്ലെയർ? കലാകാരന്മാരോ കളിക്കാരോ അല്ല. അപ്പൊ പിന്നെ കലാകാരന്മാരെയും വേണ്ട, കളിക്കാരെയും വേണ്ട, വെറും ഡോക്ടർ. ദേ, കലാകാരൻ പോയി, കളിക്കാരനും പോയി, 2 എണ്ണം പോയി. വെറും ഡോക്ടർ ആരാ വരുന്നത്? 17. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, ശരിയടാ മക്കളെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഡോക്ടേഴ്സ് ആവണം, പ്ലെയർ ആവണം, ആർട്ടിസ്റ്റ് ആവണം, 3ഉം വേണം. കലാകാരന്മാരും, ഡോക്ടർമാർ, കളിക്കാർ. കേട്ടോ, 3 കീവേഡ്സ് നിങ്ങൾ നോക്കാം. 3 എണ്ണത്തിലും വരണം. ആൻസർ 3 അല്ലേ? ഓപ്ഷൻ സി. സെയിം ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആണ് ഇത് വരുന്നത്. ഹൗ മെനി പ്ലെയേഴ്സ് ആർ നെയ്തർ ആർട്ടിസ്റ്റ് നോർ ഡോക്ടർ? ഡോക്ടർ അല്ലാത്ത, ഡോക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ ട്രയാങ്കിൾ വേണ്ട, ഇവരാരും വേണ്ട. പിന്നെന്ത് വേണ്ട? ആർട്ടിസ്റ്റ് അല്ലാത്ത, ഇപ്പൊ ചതുരം വേണ്ട. പിന്നെന്ത് മതി? പ്ലെയേഴ്സ്, വെറും കായിക താരങ്ങൾ. ആൻസർ 25. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 33ാമത്തെ ചോദ്യം. പോയിന്റിംഗ് ടു എ മാൻ എ വുമൺ സെഡ്. എന്താണ് പറയുന്നത്? ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഓക്കെ, ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. അവന്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. എന്തൊക്കെയാണല്ലോ ആളുകൾ പറയണത്, കഷ്ടാണ്. അവൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ഏക മകളാണ്.
ശരി, നിങ്ങൾ ചിന്തിക്കുക. ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ എന്ന് പറയുന്നത് ചിന്തിക്കുക. ഒരു സ്ത്രീയാണ് പറയുന്നത്. ആ സ്ത്രീ എന്താ പറയുന്നത്? വേറൊരാളെ കുറിച്ച് പറയാണ്. ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ, എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ, ഒരു സ്ത്രീ പറയുമ്പോൾ അത് അവർ തന്നെയാണ്. ഓക്കെ, അവര് വേറൊരു മനുഷ്യന്, ഒരു മെയിലായിട്ടുള്ള ഒരാളെ ചൂണ്ടിയിട്ട് പറയാണ്. ആ മകളെന്ന് പറയുന്ന ആരാണ്? അയാളുടെ അമ്മയാണ്. ഇയാളുടെ അമ്മ എന്ന് പറയുന്നത് ഇവരുടെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളുടെ അമ്മയായിരിക്കും ഈ സ്ത്രീ. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ അമ്മയാണ് പറയുന്നത്. ഇപ്പം എൻ്റെ അമ്മയാണ് പറയുന്നത്. എൻ്റെ അമ്മ കൂടെ ഉണ്ട്. എൻ്റെ അമ്മ എന്നെ കുറിച്ച് പറയാണ്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് അതാരാ? എൻ്റെ അമ്മയാണ്. ഇവരുടെ, എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. എൻ്റെ അമ്മമ്മയുടെ ഒരേ ഒരു മകളാണ് എൻ്റെ അമ്മ. ആ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ പറയുന്നതായിട്ട് ആലോചിക്കുക. ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ബോയ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പം എൻ്റെ അമ്മ പറയുന്നത് അവരുടെ അമ്മയുടെ ഒരേ ഒരു മകളാണ് എൻ്റെ അമ്മ എന്നാണ്. കറക്റ്റാണ്. എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ് എൻ്റെ അമ്മ. ഓക്കെ, ശരി. ഇൻട്രൊഡ്യൂസിങ് എ മാൻ, എ വുമൺ സേസ് ഹിസ് വൈഫ്. ഒരു മെയിലായിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ വൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അതാരാണ്? ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. ഇവരുടെ, ആ ലേഡിയാണ് പറയുന്നത് ഒരു പുരുഷനെ കുറിച്ചിട്ട്. ഇവരുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. ആ ഇവര് ഇയാളുടെ ഭാര്യ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആരായിരിക്കും? ഇവരുടെ ഹസ്ബൻഡ് ആയിരിക്കും. ഇപ്പം എൻ്റെ വൈഫ് പറയാണ്, എൻ്റെ വൈഫ് എന്നെ നോക്കി പറയാണ് അയാളുടെ ഭാര്യ എന്ന് പറയുന്നത്. അതാരാ? എൻ്റെ വൈഫ് തന്നെയാണ്. ആ വൈഫ് അവരുടെ അച്ഛൻ്റെ ഒരു മകളാണ്. ആ മകളാണ് ഇയാളുടെ ഭാര്യ. അപ്പം ഇയാൾ ആരായിരിക്കും? അവരുടെ ഭർത്താവായിരിക്കും. ആ രീതിയിലാണ് വരുന്നത്. കിട്ടിയല്ലോ? ശരി. ഇത് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വീണ്ടും എനിക്ക് മതിയായി. Introducing a man, a woman says his wife is the only daughter of my father. Same question തന്നെയല്ലേ ഇത്? യെസ്, റിപ്പീറ്റേഷൻ വന്നതാണ്. ഹസ്ബൻഡ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക കേട്ടോ. 35ാമത്തെ ചോദ്യം. ടൈം ഈസ് 4:40. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. നമുക്കറിയാം ആംഗിൾ കാണാൻ നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യുക. 60h - 11m/2. ഇവിടെ h എന്ന് പറയുന്നത് മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു, m എന്ന് പറയുന്നത് മിനിറ്റിനെ സൂചിപ്പിക്കുന്നു. സോ 60 × 4 - 11 × 40. പിന്നെ അവസാനം ഒരു 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാനും ഉണ്ടാവും. 240 - 440/2 -200/2 -100. നെഗറ്റീവ് സിമ്പിൾ വന്നാൽ നമ്മളത് ഒഴിവാക്കുക. ആൻസർ എന്തായിട്ട് വരും? ഓപ്ഷൻ സി ആയിട്ട് വരും. പറഞ്ഞിട്ടുള്ളതായിരിക്കും ക്ലാസ്സിൽ. ആൻസർ സോൾവ് ചെയ്യുന്ന സമയത്ത് മൈനസ് വന്നാൽ ആ മൈനസ് അങ്ങ് ഒമിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, 36ാമത്തെ ചോദ്യം. ബൈ ലുക്കിംഗ് ഇൻ എ മിറർ ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഇറ്റ് ഈസ് 6:30 ഇൻ ദ ക്ലോക്ക്. വാട്ട് ഈസ് എ റിയൽ ടൈം? നമ്മൾ എന്താ ചെയ്യേണ്ടത്? 11 മണിയായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഈ 6:30 എന്ന് പറയുന്നത് 11നേക്കാളും താഴെയുള്ള സമയമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന സമയത്ത് 11:60 നിന്ന് കുറയ്ക്കുക. 6:30 കുറച്ചാൽ 5:30 എന്ന് പറയുന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ എ അല്ല, ബി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 37ാമത്തെ ചോദ്യം. ജോൺ ലെഫ്റ്റ് ഫോർ ഹിസ് ഓഫീസ് ഇൻ ഹിസ് കാർ. പോയി നോക്കാം. ജോണിന്റെ കൂടെ 15 കിലോമീറ്റർ നോർത്തിലേക്ക് പോകുന്നു. ഓക്കെ, 10 കിലോമീറ്റർ വെസ്റ്റിലേക്ക് പോകുന്നു. 15 കിലോമീറ്റർ, 10 കിലോമീറ്റർ. ദെൻ ഹി ടേൺ ടു ദ സൗത്ത്. തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ. കിഴക്കോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ. ഏകദേശം ഇവിടെ വന്നിരുന്നു. കാര്യം ഇത് ടോട്ടൽ 10 കിലോമീറ്റർ അല്ലേ ഇവിടെ വരുന്നത്, അതിനേക്കാളും താഴെ. വീണ്ടും എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞു. ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ വലത്തോട്ട് തിരിഞ്ഞാൽ പിന്നെ വരുന്നത് സൗത്തിലേക്കാണ്.
സോ അയാൾ താഴേക്ക് വരുന്നു. എത്ര കിലോമീറ്റർ ആവണി? യെസ്, 10 കിലോമീറ്റർ. ഫൈനലി അയാളുള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. എടാ ഇത് 5ഉം ഇത് 10ഉം ആണെങ്കിൽ മൊത്തം അയാൾ സഞ്ചരിച്ചത്, തെക്കോട്ട് സഞ്ചരിച്ചത് 15 കിലോമീറ്റർ. നേരത്തെ വടക്കോട്ട് പോയതും 15 കിലോമീറ്റർ. അയാൾ തുടങ്ങിയതിൻ്റെ കുറച്ച് ഇപ്പുറയായിട്ട് വന്ന് നിന്നിട്ടുണ്ടാവും. എത്രയാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇത്രയുമാണ് ആ ഡിഫറൻസ്. ഈ ഡിഫറൻസ് എത്രയാ? ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആയിരിക്കും. കാര്യം ഇത് 10, ഇത് 8. 10ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 കിലോമീറ്റർ വെസ്റ്റിലായിരിക്കും അയാൾ ഉണ്ടായിരിക്കുക. ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്. ഇപ്പോൾ ഉള്ളത് ഈ ഡയറക്ഷനിലേ. ഈ ഡയറക്ഷൻ ഏതാ? വെസ്റ്റ് ആണ്. 2 കിലോമീറ്റർ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു നിൽക്കും. ശരി, 38ാമത്തെ ചോദ്യം. എ മാൻ ഈസ് ഫേസിങ് വെസ്റ്റ്, പടിഞ്ഞാറ് ദിശയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി. ഹി ടേൺസ് 45 ഡിഗ്രി ക്ലോക്ക് വൈസ്. ഇനി നമ്മൾ റൊട്ടേഷൻസ് എല്ലാം എടുത്തെഴുതുന്നു. 45 ഡിഗ്രി ക്ലോക്ക് വൈസ്, അനദർ 180 ഡിഗ്രി. അതേ ദിശയിൽ വീണ്ടും ഒരു 150 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വീണ്ടും 180 ഡിഗ്രി ക്ലോക്ക് വൈസ്. എന്ന് വെച്ചാൽ അയാൾ മൊത്തം എത്ര തിരിഞ്ഞടാ? 225 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെയോ ദെൻ 270 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്, 270 ഡിഗ്രി എതിർ ഘടികാര ദിശയിലും. ഇവിടെ എതിർ ഘടികാര ദിശയാണ് കേട്ടോ. എതിർ ഘടികാര ദിശയിൽ 270 ഡിഗ്രിയും തിരിയുന്നു. ആന്റി ക്ലോക്ക് വൈസ്. നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 270 225 കുറച്ചാൽ 45 ഡിഗ്രി. ഏതിൻ്റെ ഡയറക്ഷൻ? വലുതിൻ്റെ ഡയറക്ഷൻ ചേർക്കണം. ആന്റി ക്ലോക്ക് വൈസ്. ഇതാണ് ഇയാളുടെ റിസൾട്ട് കറക്കം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം 45 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു, പിന്നെ 150 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. എന്ന് വെച്ചാൽ മൊത്തം 225 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. പിന്നെ ഒരു 270 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസും തിരിഞ്ഞു. അപ്പോൾ ക്ലോക്ക് വൈസിൻ്റെ ആന്റി ക്ലോക്ക് വൈസിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുക 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. അയാൾ പടിഞ്ഞാറ് ദിശയിലാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെ ഇയാളെ നമ്മൾ 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണല്ലോ റൊട്ടേഷൻ വരിക. 45 ഡിഗ്രി. 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് വന്നാൽ ഇത് തെക്കാണ്, അതുപോലെ ഇത് പടിഞ്ഞാറാണ്. തെക്കിനും പടിഞ്ഞാറിനും ഇടയിൽ തെക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ. ഓപ്ഷൻ എ ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ശരി, അടുത്ത ചോദ്യം. ടുഡേ ഈസ് സാറ്റർഡേ, വാട്ട് വിൽ ബി ദ ഡേ ആഫ്റ്റർ 350 ഡേയ്സ് ഫ്രം നൗ? 350നെ 7 വെച്ച് ഹരിച്ചാൽ 50 എന്ന് കിട്ടും. ശിഷ്ടമുണ്ടോടാ? ശിഷ്ടമുണ്ടോ? 0 ശിഷ്ടം 0 വന്നാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? സാറ്റർഡേ എന്ന് തന്നെ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ. ശരി, 39 കഴിഞ്ഞു. 40ാമത്തെ ചോദ്യം. 1992 ജനുവരി 1-ാം തീയതി വെനസ്ഡേ, ബുധനാഴ്ചയാണ്. 1993 ജനുവരി 1 ഏത് ദിവസമാണുള്ളതാണ്? ഇവിടെ 1992 എന്താണ്? ലീപ്പ് ഇയർ ആണ്. നോക്കിക്കേ, 92നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 23 കറക്റ്റ് കിട്ടും. ശിഷ്ടം 0 ഇതൊരു ലീപ്പ് ഇയർ ആണ്. സോ ഇവിടുത്തെ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? 92 ഡിസംബർ 31 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയായിരിക്കും. ഓക്കെ, തേഴ്സ്ഡേ ആയിരിക്കും. സോ അതിൻ്റെ പിറ്റേ ദിവസമാണ് 93 ജനുവരി 1 എന്ന് പറയുന്നത്. ആൻസർ വിൽ ബി ഫ്രൈഡേ. ഓക്കെ, ഇൻ എ സർട്ടൈൻ കോഡ് ലാംഗ്വേജ് 134 എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കാം. സി എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ജസ്റ്റ് പറയാം. ഗുഡ് ആൻഡ് ടേസ്റ്റി എന്നാണ് കേട്ടോ. അതുപോലെ 478 സി ഗുഡ് പിക്ചർ. 729 pictures are faint. ഓക്കെ, കോഡ് ഫോർ സി. സി എന്ന് പറയുന്നതിൻ്റെ കോഡ് വേണം. സി വേറെ എവിടെയും അവൈലബിൾ അല്ല, പക്ഷേ ഗുഡ് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആക്കും. ഓക്കെ, ഗുഡ് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന 4 എടുത്ത് നമുക്കത് എലിമിനേറ്റ് ചെയ്യാം.
നെക്സ്റ്റ് ഇവിടെയും പിക്ചർ ഉണ്ട്, ഇവിടെയും പിക്ചർ ഉണ്ട്. ഓക്കെ, പിക്ചറിൽ കോമൺ ആയിട്ട് വരുന്നത് 7. അപ്പോൾ 7ഉം പോയി 4ഉം പോയി, ബാക്കി വരുന്ന സി ഏതായിരിക്കും? 8 എന്ന് പറയുന്ന കോഡായിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 42. ഓ മേൻ, വീണ്ടും പോയിന്റിങ് ഔട്ട് ടു എ ലേഡി, റോഷൻ സെഡ്. ഇത്തവണ മിസ്റ്റർ റോഷൻ ആണ് പറയുന്നത്. ദിസ് ഈസ് റോഷൻ, 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 റോഷൻ. ഓക്കെ, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ്. ഈ ലേഡീനെ കുറിച്ചാണ് പറയുന്നത്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ. എന്താ പറഞ്ഞേ? ഈ ലേഡി എന്ന് പറയുന്നത് ആരുടെയോ മകളാണ്. ആരുടെ? ദി ലേഡീന്റെ ഡോട്ടറാ. ഓക്കെ, ഈ ലേഡീന്റെ കഥയാണ് പറയുന്നത്. ഡോട്ടർ ഓഫ് ദ വൺ ഹൂ, ഷീ, ഇവൾ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ. റോഷന്റെ അമ്മയുടെ ഭർത്താവിന്റെ, റോഷന്റെ അമ്മ എന്ന് പറഞ്ഞാൽ റോഷന്റെ അമ്മയാണ്. റോഷന്റെ അമ്മയുടെ ഭർത്താവ് എന്ന് പറയുന്നത് റോഷന്റെ അച്ഛനാണ്. ശരിയോ? ആണ്. റോഷന്റെ അമ്മേന്റെ ഭർത്താവ് റോഷന്റെ അച്ഛൻ. ആ അച്ഛന്റെ മദറാണ്. അച്ഛന്റെ മദറാണ് ആര്? ഇങ്ങേര്. അപ്പോ റോഷന്റെ അച്ഛന്റെ മദർ എന്ന് പറയുന്നത് റോഷന്റെ മുത്തശ്ശിയാണോ? ആ മുത്തശ്ശിന്റെ ഡോട്ടറാണ് ആര്? ദിസ് ലേഡി എന്നാണ് റോഷൻ പറഞ്ഞേക്കുന്നത്. സോ റോഷന്റെ മുത്തശ്ശിന്റെ മകൾ എന്ന് പറയുമ്പോൾ റോഷന്റെ അച്ഛന്റെ സിസ്റ്റർ അല്ലേ? എന്ന് വെച്ചാൽ റോഷന്റെ അമ്മായി അല്ലേ? റോഷന്റെ ആന്റി അല്ലേ? ആൻസർ ഓപ്ഷൻ ബി അല്ലേ? അതെ. 43ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണ് ചോദ്യം? ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓഡ് വൺ എടുക്കുക. ലഡാക്ക്, ഡൽഹി, പുതുച്ചേരി, തെലങ്കാന. ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയാണ്, ഡൽഹി യൂണിയൻ ടെറിട്ടറിയാണ്, പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയാണ്, തെലങ്കാന ഹൈദരാബാദിന്റെ തലസ്ഥാനമാണ്. അത് ഓഡ് വൺ ആണ്, നമുക്കറിയാം. 44ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. എവിടെ ഫിഗർ? അവിടെ ഫിഗർ. ഓക്കെ, അപ്പോ ത്രികോണങ്ങളുടെ എണ്ണാണ് എടുക്കേണ്ടത്. ഈ വൃത്തത്തിനെ നിങ്ങൾ അങ്ങോട്ട് മറന്നു കളയാം. ചിത്രം ഇങ്ങനെയാ വരുന്നത്. നമുക്കൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. 4 ഇൻറ്റു നമ്പർ ഓഫ് ഇന്നർ ട്രയാങ്കിൾ പ്ലസ് 1. ഇവിടെ ഉള്ളിൽ കിടക്കുന്നത് ഒരു ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. 4 ഇൻറ്റു 1 പ്ലസ് 1, 4 ഇൻറ്റു 1 പ്ലസ് 1 5 ഉണ്ടോ? 1, 2, 3, 4, പിന്നെ 5. ഓക്കെ, അങ്ങനെ 5 ട്രയാങ്കിൾസ് ആണ് അതിൽ ഉള്ളത്. 45ാമത്തെ ചോദ്യം നമുക്കറിയാം. സ്ക്വയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഫിഗർ വന്നിട്ടുണ്ടെങ്കിൽ 2 റോ 2 കോളം, 1 2 1 2. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1, 4 പ്ലസ് 1 5. സോ ഇതിൽ 5 ഉണ്ട്. അതുപോലുള്ള 2 എണ്ണം കൂടി ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തേൽ 5, രണ്ടാമത്തേൽ 5, മൂന്നാമത്തേൽ 5, മൊത്തം 5 ഇൻറ്റു 3, 5 പ്ലസ് 5 പ്ലസ് 5 15. ഇനി ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ പുതിയ സ്ക്വയറുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു എൽ ഷേപ്പിലുള്ള കുറേ ഡയഗ്രങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പം പുതിയ സ്ക്വയറുകളൊന്നും ആഡ് ചെയ്യാനില്ല. ആൻസർ ഓപ്ഷൻ സി എന്ന് കിട്ടും. 46ാമത്തെ ചോദ്യം, ട്രയാങ്കിൾസിന്റെ എണ്ണം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 10 ട്രയാങ്കിൾസ് ആണ് ഇതിൽ ഉണ്ടാവുക. കൂടുതലൊന്നും പറയാനില്ല. സൈഡിലുള്ള 5 എണ്ണം, പിന്നെ 1. ഓക്കെ, ഈ 3 വെർട്ടെക്സ് കണക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം കൂടെ കിട്ടും. അപ്പം 5 കഴിഞ്ഞ് 6 7, ദെൻ 8 9. ഇനി ഈ വെർട്ടെക്സ് ഇത് 10. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ട്രയാങ്കിൾസ് ഒരു 5 എണ്ണം നമുക്ക് ഡിഫറെൻ്റ് ആയത് കണ്ടുപിടിക്കാൻ പറ്റും. 10. ശരി, അടുത്തേക്ക് പോവാം. 47. വിച്ച് കനോട്ട് ബി ഫോംഡ്. രൂപീകരിക്കാൻ കഴിയാത്ത വാക്ക്. മിസ്അണ്ടർസ്റ്റാൻഡ്. ടെൻഡ് ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെൻഡ് പറ്റുമോ? എസ് ഉണ്ട്, ഇ ഉണ്ട്, എൻ ഉണ്ട്, ഡി ഉണ്ട്, പറ്റും. SENT പറ്റുമോ? SENT പറ്റും. മെൻഡ് പറ്റുമോ? MEND പറ്റും. പക്ഷേ ടെൻഡ് പറ്റില്ല. കാര്യം എന്താണ്? അവിടെ ലെറ്റേഴ്സിന്റെ റിപ്പീറ്റേഷൻ അലൗഡ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ടെൻഡിൽ 2 T ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിൽ 1 T ഉള്ളൂ. സോ ടെൻഡ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് രൂപീകരിക്കാൻ പറ്റത്തില്ല. 48ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു. A is equal to 2.
m ഈസ് ഈക്വൽ ടു 26, z ഈസ് ഈക്വൽ ടു 52. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കുട്ടികളെ? നമ്മുടെ പൊസിഷൻ നമ്പേഴ്സിന്റെ ഇരട്ടി എടുത്തിരിക്കുകയാണ്. അപ്പം ബെറ്റ് കണ്ടുപിടിക്കണം. ബെറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബി എന്ന് പറയുന്നത് 4 ആയിരിക്കും, ഇ എന്ന് പറയുന്നത് 10 ആയിരിക്കും, എന്ന് പറയുന്നത് 40 ആയിരിക്കും, ഇരട്ടി ആയിരിക്കും. സോ അതെല്ലാം കൂടെ കൂട്ടിയതാവാനേ സാധ്യതയുള്ളൂ. ഓപ്ഷൻസ് കൂടെ കാണുന്ന സമയത്ത് സമ്മായിരിക്കും 40 പ്ലസ് 10 50, 50 4 54. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇരട്ടി എടുത്താലും മതി, സെയിം ആൻസറിലേക്ക് എത്താം. എം 14 ഓ എന്ത് കിട്ടും? അനലോജി. എടാ എമ്മിന്റെ പൊസിഷൻ നമ്പർ 13 ആണെന്നറിയാം, എന്ന് വെച്ചാൽ 14 അതിന്റെ റിവേഴ്സ് പൊസിഷൻ നമ്പർ ആണെന്ന് അറിയാം. ഓക്കെ. ഓയുടെ പൊസിഷൻ നമ്പർ 15 ആണെന്ന് അറിയാം, അപ്പൊ അതിന്റെ റിവേഴ്സ് പൊസിഷൻ നമ്പർ എത്രയായിരിക്കും? 12 ആയിരിക്കും. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. ശരി, ഓപ്ഷൻ ബി. ഓക്കെ. ശരി, 50ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഓർണിത്തോളജിസ്റ്റ്, പക്ഷിശാസ്ത്രജ്ഞൻ പക്ഷിയെ കുറിച്ച് പഠിക്കുന്നു. പുരാവസ്തു ശാസ്ത്രജ്ഞൻ പുരാവസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നു. അതിന് നമ്മൾ പുരാവസ്തു ഗവേഷണം എന്ന് പറയും. ആർക്കിയോളജി നമ്മുടെ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ഓരോ സബ്ജക്റ്റും അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയും. അപ്പോൾ 50 ചോദ്യങ്ങൾ നമ്മളിവിടെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ഈ പേപ്പറിലെ 50 ചോദ്യങ്ങളുടെയും ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5ാമത്തെ പേപ്പർ ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും